ഞാൻ ലീഗ് പ്രതിനിധിയിലേക്ക് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഈ ചർച്ചയുടെ പ്രത്യേകത 4 പേരും അഭിഭാഷകരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ചട്ടങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് തൃശ്ശൂരിൽ നടന്നിരിക്കുന്നത്. അതാണ് സുനിൽകുമാർ പറഞ്ഞു തുടങ്ങിയത്. ആ ഇളവ് ആണ് BJP കൃത്യമായി ഉപയോഗിച്ചത്. ഇപ്പോൾ മറ്റിടങ്ങളിൽ നിന്നും വോട്ടർമാരെ ഇവിടേക്ക് ചേർക്കുന്നതിന് മറ്റ് ജില്ലകളിൽ നിന്നടക്കം വോട്ടർമാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇളവുകൾ അതൊരു പ്രത്യേക തെരഞ്ഞെടുപ്പിൽ മാത്രം സാധ്യമാണോ? എന്താണ് ഇക്കാര്യത്തിൽ ലീഗ് പ്രതിനിധി എന്ന നിലയ്ക്ക് അങ്ങേക്ക് പറയാനുള്ളത്? കാരണം UDF-ഉം LDF-ഉം ഒരുപോലെ കള്ളവോട്ട് ആരോപണം, വ്യാജ വോട്ടർമാരെ ചേർത്തു എന്നുള്ള ആരോപണം അന്നേ ഉയർത്തിയതാണ്. തീർച്ചയായിട്ടും ചട്ടങ്ങളിൽ ഇളവുകൾ കൊണ്ടുവന്നത് കൊണ്ട് ഈ ഓർഡിനറി റെസിഡന്റിന്റെ സ്വഭാവത്തിൽ ഒരാൾക്ക് വോട്ട് ചേർക്കാൻ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ കിട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ദുർബുദ്ധിയോടുകൂടി തന്നെ ചെയ്തതാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അതിനുശേഷമാണല്ലോ ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ ഒരു ചോദ്യം നേരത്തെ ഇപ്പോൾ അദ്ദേഹം നമ്മുടെ BJP പ്രതിനിധി അഡ്വക്കേറ്റ് അനീഷ് ചോദിച്ചതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും ചോദിച്ചിരുന്നു, എന്താ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പെറ്റീഷൻ കൊടുക്കാത്ത, ഇലക്ഷൻ പെറ്റീഷൻ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കാൻ കഴിയില്ല എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. കാരണം ഈ ഇലക്ഷൻ ഈ സെക്ഷൻ 100 ഗ്രൗണ്ട്സ് പറയുന്നുണ്ട്, ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കേണ്ട ഗ്രൗണ്ട്സ്. ആ ഗ്രൗണ്ട്സിൽ ഗ്രൗണ്ട് ഡിയിൽ ഒരു പ്രൊവിഷനുണ്ട്. ഒരാളുടെ തെരഞ്ഞെടുപ്പ് മറ്റൊരാൾ തെരഞ്ഞെടുക്കപ്പെട്ടതിന് മെറ്റീരിയലി ഒരാളുടെ തെരഞ്ഞെടുപ്പിനെ മെറ്റീരിയലി അഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ഇല്ലീഗാലിറ്റി തെരഞ്ഞെടുപ്പ് നടത്തിയ ഭരണാധികാരിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ആ തെരഞ്ഞെടുപ്പിനെ റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗ്രൗണ്ടായിട്ട് റേസ് ചെയ്യാം. ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? ഇത് മെറ്റീരിയലി അഫക്റ്റഡ് ആയിട്ടുള്ള രേഖകൾ 45 ദിവസത്തിനും പ്രൊഡ്യൂസ് ചെയ്യണം. ഇലക്ഷൻ പെറ്റീഷൻസിൽ പ്ലീഡിങ്സ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാനിപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ ഇഷ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇലക്ഷന് തൊട്ടു മുമ്പും ശേഷവുമായിട്ടൊക്കെ പലപ്പോഴും UDF-കാർ ഞാനൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച ചെയ്തിരുന്നു. ഇലക്ഷൻ പെറ്റീഷൻ പ്ലാൻ ചെയ്യണം, കാരണം മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് എന്ന് നല്ല സംശയമുണ്ട്. ഇലക്ഷൻ പെറ്റീഷൻ പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഡാറ്റാസ് കോടതിയിൽ വിളിച്ചു വരുത്താൻ സാധിക്കുകയുള്ളൂ, ഈ ബാലറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്യാമറസിൻ്റെ വിഷ്വൽസ് ഒക്കെ എടുക്കാനൊക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കണം. അതിന് സെലക്റ്റഡ് ആയിട്ടുള്ള 100 കോൺസ്റ്റിറ്റ്യുവൻസീസിൽ ഇന്ത്യയിൽ തന്നെ ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കാൻ പ്ലാൻ ചെയ്യണമെന്നൊക്കെ അഭിപ്രായം പറഞ്ഞ ഒരാളാണ് ഞാൻ. പക്ഷേ ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ പെറ്റീഷനിലെ പ്ലീഡിങ്സിൽ വ്യക്തമായി പറയണേ എങ്ങനെയാണ് ഇത് മെറ്റീരിയലി അഫക്ട് ചെയ്തതെന്ന്. ഉദാഹരണത്തിന് തൃശ്ശൂർ 70,000 വോട്ടിന് അദ്ദേഹം ജയിച്ചു. അപ്പം 70,001 വോട്ട് വ്യാജമായി കൊടുത്തു എന്ന് 45 ദിവസത്തിനകം ഇലക്ഷൻ പെറ്റീഷനിൽ പ്ലീഡ് ചെയ്ത് കൊടുക്കണം. പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്, ഇല്ലെങ്കിൽ മെയിൻറ്റൈനബിൾ അല്ല എന്ന് പറയും. ഈ ഡിഫിക്കൽട്ടി ഉണ്ടല്ലോ, ഈ ബുദ്ധിമുട്ടിനെ, അപ്പൊ അത്രത്തോളം വേരിയേഷൻസ് കണ്ടു കഴിഞ്ഞാൽ, വേരിയേഷൻസ് കുറച്ചുള്ളിടത്താണെങ്കിൽ 70,001 വോട്ടും വ്യാജ വോട്ട് എന്ന് പറയുന്നില്ലല്ലോ. ഇപ്പൊ പറയുന്ന ഏതെങ്കിലും ബൂത്തുകളിലെ കണക്കുകൾ ആണ് പറയുന്നത്. കണക്ക് കാണിച്ചാൽ പോരെ? അല്ല അതാണ് പറയുന്നത്. അങ്ങനെ കാണിച്ചാൽ പോരാ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 101D വായിച്ചാല് നിങ്ങൾ ഞാൻ പറഞ്ഞു തീർക്കാം. 101D ഒന്ന് വായിക്കാം. അങ്ങനെ അല്ലെങ്കിൽ subject to the provisions of subsection 2, if the High Court is of the opinion that the result of the election so far as it concerns a returned candidate has been materially affected by any non-compliance of the provisions of the Constitution or of this Act or of any rules or orders made under this Act. Materially affected ആണ്. മെറ്റീരിയലി അഫക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഒരു വോട്ട് കുറഞ്ഞു എന്നല്ല അർത്ഥം. ആ ഇലക്ഷന്റെ വിക്ടറിയെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പ്ലീഡ് ചെയ്യേണ്ടി വരും. ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഇലക്ഷൻ പെറ്റീഷനിൽ വരും എന്നതുകൊണ്ട് ഇലക്ഷൻ പെറ്റീഷൻ 45 ദിവസം കൊടുക്കൽ ചിലപ്പം പ്രാക്ടിക്കലായിട്ട് നടന്നു എന്ന് വരില്ല. പലപ്പോഴും വക്കീലന്മാരുടെ അടുത്ത് ചെല്ലും, വക്കീലന്മാർ അതിന് ഓരോന്നിട്ട് കൊണ്ടുവരാൻ പറയും. അങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇപ്പൊ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇത്രയും നാളുകൾക്ക് ശേഷമാണ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ ഇത്ര എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഫൈനൽ ഇലക്ടറൽ റോൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ഷന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്യണം. മാനിപ്പുലേഷൻ നടക്കുമെന്ന് കരുതിക്കൊണ്ട് പ്ലാൻ ചെയ്തൊക്കെ കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് സാധാരണ ഇലക്ഷൻ പെറ്റീഷൻസിൽ ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷന്റെയോ റിട്ടേണിംഗ് ഓഫീസറുടെ അപാകത കൊണ്ടല്ലാത്ത ഇലക്ഷൻ പെറ്റീഷൻസിൽ ഇപ്പോൾ സുനിൽകുമാർ പറയുന്ന പോലെ അത്രയൊന്നും ആവശ്യമൊന്നുമില്ല, പല എവിഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതങ്ങനെയല്ല.
ഇപ്പോൾ ഇതിന് ചില ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് ആ ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കാൻ പറ്റില്ല. ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇല്ലീഗാലിറ്റി കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാം. ഞങ്ങൾ അങ്ങനെ ചെയ്തു. ഇപ്പോൾ തന്നെ ഞാൻ വെബ്സൈറ്റിൽ അടിച്ച് നോക്കിയായിരുന്നു. ഈ ഇലക്ട്രൽ റോളൊക്കെ തൃശ്ശൂരിൻ്റെയൊക്കെ എടുക്കാനൊക്കെ നോക്കും, കംപ്ലീറ്റ് സീൽഡ് പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. എല്ലാത്തിനും ആക്സസ് എല്ലാം നമുക്ക് ഡിനേ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ മറച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഫൈനലി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മറുപടി ഉണ്ടല്ലോ, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന മറുപടി പോലും ഈ മറുപടി ഉണ്ട്, അത് പ്ലാൻ ചെയ്ത മറുപടികളാണ്. ഇങ്ങനെ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടതെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രശ്നം ഇതെന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ഒരു 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 ഏറ്റവും വലിയ ടാമ്പറിങ് നടന്നു എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്ന, രേഖകൾ സഹിതം ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഒരാൾ ഇന്ത്യയെ കാണിച്ചു തന്നു. അത് പ്രതിപക്ഷ നേതാവ് കാണിച്ചു തന്നു. അതിന് അദ്ദേഹം പറഞ്ഞു ഓരോ ഉദാഹരണങ്ങളും റിലവൻ്റാണ്. ആ റിലവൻ്റ് ഒരു കോൺസ്റ്റിറ്റ്യൂൻസി പൂർണ്ണമായും ബോധ്യപ്പെടുത്തി തന്നു. അത് കണ്ടതിന് ശേഷം അത് ടാമ്പറിങ് ആണെന്നുള്ള ബോധ്യം നമുക്കെല്ലാം വന്നു കഴിഞ്ഞു, ജനങ്ങൾക്കെല്ലാം വന്നു, കണ്ട ആളുകൾക്ക്. ഇനി അത് അങ്ങനെ അല്ല എന്ന് ഡിനൈഡ് പറയാൻ പറ്റില്ല. നിങ്ങൾ പോയി ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്താൽ മതിയായിരുന്നല്ലോ എന്നല്ലല്ലോ അതിന്റെ മറുപടി. എനിക്ക് അങ്ങനെ ഒരു എറർ സംഭവിച്ചു, എനിക്കൊരു ഒമിഷൻ സംഭവിച്ചു. ഇപ്പോൾ അഡ്വക്കേറ്റ് അനീഷ് പറഞ്ഞതുപോലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തു, എന്നിട്ട് ഐഡന്റിറ്റി കാർഡുമായിട്ട് വോട്ട് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞു. ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് ഈ റൂൾ 28 പ്രകാരം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ഫൈനൽ ലിസ്റ്റ് വന്ന ഒരാൾക്ക് ഐഡന്റിറ്റി കാർഡ് കിട്ടും. അതിനർത്ഥം അയാൾ പ്രിസംപ്ഷൻ പ്രോപ്പർലി എഴുതാൻ നമുക്ക് കരുതണമായിരിക്കാം. പക്ഷേ തിരുവനന്തപുരത്ത് റെസിഡന്റ് ആയ ഒരാൾ അല്ലെങ്കിൽ കാസർഗോഡ് റെസിഡന്റ് ആയ ഒരാൾ ഈ വോട്ടിംഗ് ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടി മാത്രം ഒരു ഓർഡിനറി റെസിഡന്റ് സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ വെല്ലുവിളിക്കുന്ന കാര്യം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞെടുത്ത് വാരണാസിയിലും മഹാരാഷ്ട്രയിലും കർണാടകയിലും ഒരേ ആൾ വോട്ട് ചെയ്തിരിക്കുന്നു. അത് പേറ്റന്റ് ഇല്ലീഗാലിറ്റി അല്ലേ? അപ്പൊ ഇതൊക്കെ കണ്ടതിന് ശേഷം അങ്ങനത്തെ 10,000-കണക്കിന് കാര്യങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.